റാഫിയ കുക്ക് ഈറ്റ് ബേൺ ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് അങ്ങനെ ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്കിലുണ്ട്. അതായത് ഡിവേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക, അതല്ലെങ്കിൽ മീറ്റ്, ട്രാവൽ ട്രിപ്പ് അങ്ങനെയൊക്കെ പറയാം. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ആ ഡിവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് ഇന്ത്യയിൽ തന്നെ ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവമാണ്. അത് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനൊരു കൂട്ടായ്മ തന്നെ ഉണ്ടായിട്ടുള്ളത്. എറണാകുളത്ത് നിന്നായിരുന്നു നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടം ജീവിതം തളർത്താൻ നോക്കിയിട്ടും സ്റ്റക്കാവാൻ നിന്ന് കൊടുക്കാതെ തന്നെ വന്ന ഒരു കൂട്ടം സ്ത്രീകൾ. ഒരു പരിചയമില്ലാത്ത ഡിവോഴ്സായ സ്ത്രീകൾ ഒരുമിച്ച് KSRTCയിൽ വാഗമണിലേക്കാണ് ആ യാത്ര പോയത്. വ്യത്യസ്തങ്ങളായിരിക്കാം ഇവരുടെ വേർപിരിയലിൻ്റെ അതല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ കാരണങ്ങൾ. അതെല്ലാം മറന്നുകൊണ്ട് കുറച്ച് സമയം, ഒരു ദിവസം സന്തോഷിക്കാൻ വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി, ആ സങ്കടത്തിൽ നിന്നും അവർക്ക് റിക്കവർ ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു യാത്ര അവർക്ക് ഗുണം ചെയ്തു. കേട്ടോ. അങ്ങനെ വാഗമണിലൊക്കെ എത്തി ഭയങ്കര മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ കിഡിലും വ്യൂ ഒക്കെ ആയിട്ട് ടെൻറ്റിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ താമസം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി റാഫിയ നേടിയെടുത്ത ഈ സൗഹൃദങ്ങൾ വഴി ആ സംഘടിപ്പിച്ച ക്യാമ്പിനെ അഭിനന്ദിച്ചുകൊണ്ട് നാഷണലൈസ്ഡ് പത്രങ്ങൾ വരെ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പലപ്പോഴായി സംസാരിച്ചപ്പോഴും കുത്തുവാക്കുകളായിരുന്നു, അതല്ലെങ്കിൽ വിമർശനങ്ങളായിരുന്നു നേരിടേണ്ടി വന്നതെന്ന് അവർ പറയുന്നുണ്ട്. നീയോ ഡിവേഴ്സ് ആയതായി അടങ്ങി വീട്ടിലിരുന്നാ പോരെ, എന്തിനാ ഇതും പൊക്കി പിടിച്ച് ക്യാമ്പും ഒക്കെ ആയിട്ട് വന്ന് മറ്റുള്ള കുടുംബങ്ങൾ കൂടി തകർക്കണമെന്ന് ചോദിച്ചു ഒരുപാട് ആളുകളാണ് എനിക്ക് മെസ്സേജും കമന്റും ഒക്കെ അയക്കാറുള്ളത്. ഡിവോഴ്സ് ആരും ആഗ്രഹിക്കുന്നതല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആർക്കും. എന്നാൽ കൂടെ അങ്ങനെ ഡിവോഴ്സ് ആയിട്ട് അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അങ്ങനെ പലർക്കും വേദനകൾ പലപ്പോഴായിട്ട് ഒറ്റപ്പെടലുണ്ടായിരിക്കാം. അത് മാറ്റി എടുക്കാൻ ഇതുപോലത്തെ ക്യാമ്പുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിജയം തന്നെയാണ്. നല്ലൊരു ആശയം തന്നെയാണ്. ഒരുപാട് പേർക്ക് ജീവിക്കാനുള്ള ഒരു കരുത്ത് തന്നെയാണിത്. മുമ്പോട്ടുള്ള യാത്രയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും.